Examples and center of mass frame of reference. First example, when a body is projected at an angle theta to the horizontal, its center of mass follows an parabolic path because the only external force acting on the projectile is the force of gravity. If the body explodes the mid-air into number of pieces which fly off in different directions against the center of mass of all the pieces would move along the same parabolic path which it was moving before explosion. This is because the external force acting on the body even after explosion is the force of gravity. The forces due to the explosion are internal and they do not change the motion of center of mass. പ്രൊജക്റ്റൈൽ മോഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഈ എക്സാമ്പിൾ എന്ന് പറഞ്ഞത് ഒരു ബോഡി ആംഗിൾ തീറ്റ എന്ന ആംഗിളിൽ ഒറിസോണ്ടലായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് പാരാബോളിക് പാത്തായിട്ടാണ് ഉണ്ടാവുക. അതായത് ഒരു കർവ് ആയിട്ടാണ് അത് ഉണ്ടാവുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ഉണ്ടാവുന്ന ആകെയുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഗ്രാവിറ്റിയാണ്. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി ഇങ്ങനെ പോയിട്ട് കർവായിട്ട് തന്നെ നിലത്ത് വീഴും. ഇനി അതിൽ പറയുന്നത് ഒരു ബോഡി എക്സ്പ്ലോർ ചെയ്യുക ഓർ ബോഡി എയറിൽ വെച്ചിട്ട് അത് ഒരുപാട് നമ്പർ ഓഫ് പീസസ് ആയിട്ട് മാറിയിട്ട് പീസസ് ഡിഫറെൻറ്റ് ഡയറക്ഷനിലായിട്ട് പോകും. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിലത്തെ പോലെ പാരാബോളിക് പാത്തായിട്ടാണ് മൂവ് ചെയ്യുക. അതിൻ്റെ കാരണവും ഈ ഒരു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മാത്രമാണ്. എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി മാത്രമാണ് ആക്ട് ചെയ്യുന്നുള്ളൂ. ദി ഫോഴ്സസ് ഡ്യൂ ടു ദി എക്സ്പ്ലോഷൻ ആർ ഇൻറ്റേർണൽ. അതായത് എക്സ്പ്ലോഷന് കാരണമായിട്ടുള്ള ഫോഴ്സ് ഇൻറ്റേർണൽ ആണ്, പക്ഷേ ദേ ഡു നോട്ട് ചേഞ്ച് ദി മോഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ്. പിന്നെ അത് എന്ത് ചെയ്യില്ല, സെൻറ്റർ ഓഫ് മാസിൻ്റെ മോഷനെ ചേഞ്ച് ചെയ്യില്ലെന്നാണ് പറയുന്നത് എക്സ്പ്ലോഷൻ്റെ കേസിൽ. അതാണ് ഒന്നാമത്തെ എക്സാമ്പിൾ. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് when a radioactive nucleus moving the constant velocity decays into large number of particles. The particles moves in various directions with different velocities, but the velocity of their center of mass remains the same. However, if initially the center of mass is at rest, it remains the same position. ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡീക്കേ ചെയ്യും. അപ്പോൾ അതിൻ്റെ പാർട്ടിക്കിൾസ് വേരിയസ് ഡയറക്ഷനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ എന്ത് ചെയ്യും, ഡിഫറെൻ്റ് ആയിട്ടുള്ള വെലോസിറ്റിയിൽ ഡിഫറെൻ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. ബട്ട് ദി വെലോസിറ്റി ഓഫ് ദെയർ സെൻറ്റർ ഓഫ് മാസ് റിമെയിൻസ് ദി സെയിം. അതിൻ്റെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി മാത്രം സെയിം ആയിരിക്കും. അതായത് ഒരു റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസിൽ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ അത് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിൽ ഡീക്കേ ആയാൽ അതിൻ്റെ പാർട്ടിക്കിൾസ് വേറെ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ഡിഫറെൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യും. ബട്ട് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്താവും, ഒന്നും ചെയ്യില്ല, അത് റിമെയിൻസ് സെയിം തന്നെ ആയിരിക്കും. അതൊരിക്കലും മാറില്ല. പിന്നെ however, if initially the center of mass at rest, it will remain at the same position. പിന്നെ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് റെസ്റ്റിൽ തന്നെ ആണെങ്കിൽ അതിൻ്റെ പൊസിഷനും മാറില്ല. ഇനി അടുത്തത് പറയാൻ പോകുന്നത് സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റിഫറൻസ്. എ റിഫറൻസ് ഫ്രെയിം അറ്റാച്ച്ഡ് വിത്ത് ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ഐസൊലേറ്റഡ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഈസ് കോൾഡ് ദി സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റിഫറൻസ് ഓർ സി ഫ്രെയിം ഓഫ് റിഫറൻസ്. സെൻറ്റർ ഓഫ് മാസ് ഫ്രെയിം ഓഫ് റിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഉള്ള പാർട്ടിക്കിൾസിൽ സെൻറ്റർ ഓഫ് മാസിനായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു റിഫറൻസ് ഫ്രെയിമാണ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് റിഫറൻസ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ അതിനെ സി ഫ്രെയിം റിഫറൻസ് എന്നും വിളിക്കും. In this C frame of reference, the center of mass remains at rest RCM is equal to 0, so that the total linear momentum of the system is in C frame of reference is always 0. ഈ സി ഫ്രെയിം ഓഫ് റിഫറൻസിൻ്റെ കേസിൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആ സിസ്റ്റത്തിൻ്റെ ലീനിയർ മൊമെൻറ്റം 0 ആയിട്ട് മാറും. അത് എങ്ങനെയാണെന്നാണ് ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഹാവ് P is equal to mv cm is equal to m1 v1 plus m2 v2 plus etc. mn vn divided by mn m1 plus m2 plus etc. mn. Since v cm is equal to 0, p is equal to 0. P എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീനിയർ മൊമെൻറ്റം എന്നാണ്. P equal to v cm
MV/cm ആണ്. M എന്ന് പറഞ്ഞാൽ മാസ്സാണ്. V എന്ന് പറഞ്ഞാൽ 0 എന്ന് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി for this reason, C frame is also called the C momentum frame. This type of frame is very useful when the lab frame of reference is not suitable to analyze the experiments conducted into lab frame. The center of mass of a system in the absence of external force moves with constant velocity. For an isolated system is an initial frame. V 0 ആകുമ്പോൾ M × 0 പറഞ്ഞാൽ 0 ആയിട്ട് മാറും. അപ്പോൾ എന്തായിരിക്കും? അതിൻ്റെ ലീനിയർ മൊമെൻറ്റം 0 ആയിട്ട് മാറും. അപ്പോൾ സി ഫ്രെയിം ഓഫ് റിഫറൻസിൻ്റെ ലീനിയർ മൊമെൻറ്റം എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനെ 0 മൊമെൻറ്റം ഫ്രെയിം എന്നും വിളിക്കും. ദിസ് ടൈപ്പ് ഓഫ് ഫ്രെയിം ഈസ് വെരി യൂസ്ഫുൾ വെൻ ദി ലാബ് ഫ്രെയിം ഓഫ് റെഫറൻസ് ഈസ് നോട്ട് സ്യൂട്ടബിൾ. അതായത് ഈ ഒരു ലാബ് ഫ്രെയിമിൽ റിഫറൻസ് ഒന്നും സ്യൂട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ അനലൈസ് ചെയ്യാനോ നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത് ലാബ് ഫ്രെയിമിൽ. പിന്നെ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് സിസ്റ്റം ഇൻ ദി ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് മൂവ്സ് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ആൻ ഇനീഷ്യൽ ഫ്രെയിം. അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് ആബ്സെൻ്റ് ആയിട്ടുള്ള സെൻറ്റർ ഓഫ് മാസിലുള്ള സിസ്റ്റം എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുക ഒരു കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിലായിരിക്കും. ഫോർ ആൻ ഐസൊലേറ്റഡ് സിസ്റ്റത്തിൽ ഈസ് ആൻ ഇനീഷ്യൽ ഫ്രെയിം.